തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് ജന്മദിനാഘോഷമൊരുക്കി പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ. പിരായിരി പഞ്ചായത്തിൽ നടന്ന പ്രചാരണ പരിപാടികൾക്കിടയിലായിരുന്നു പ്രവർത്തകർ ഒരുക്കിയ ചെറിയ ആഘോഷത്തിലേക്ക് സ്ഥാനാർത്ഥി എത്തിയത്. കേക്ക് മുറിച്ച് പാട്ടുപാടി രാഹുൽ പ്രവർത്തകരോടൊപ്പം ചേർന്നു. വരുന്ന വർഷങ്ങളിലെ പിറന്നാളുകളും പാലക്കാട് ആഘോഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും രാഹുൽ പങ്കുവച്ചു. അങ്ങനെ സാധാരണഗതിയിൽ പിറന്നാളെന്ന് പറയുമ്പം വീട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ ഒരു സദ്യ ഉണ്ടാവും. അപ്പോൾ നാട്ടിലെ സഹപ്രവർത്തകരെല്ലാം വീട്ടിൽ വരും, ഒരു കേക്ക് കെട്ടിയും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പിറന്നാളെന്ന് പറയുന്നത്. ഇങ്ങനൊരു പിറന്നാൾ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലുള്ളൊരു പിറന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലുള്ള പിറന്നാളിനെ പറ്റി ആലോചിക്കാനേ കഴിയില്ലല്ലോ. ജനറൽ ഇലക്ഷനൊക്കെ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ്യിലാണ്. എൻ്റെ പിറന്നാൾ നവംബറിലാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഇല്ലില്ല, ആരും വിളിച്ചില്ല കേട്ടോ. ഇല്ല, പരിഭവമൊന്നുമില്ല. അത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ലോ. നേതാക്കളൊക്കെ വിളിച്ചിരുന്നു. ആശംസ പക്ഷേ ഈ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഈ രാവിലെ തൊട്ട് ഭവന സന്ദർശനമാണ്. അപ്പോൾ അതുകൊണ്ട് ആശംസകൾ നേരിട്ട് ആർക്കും മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കൽപ്പാത്തി സത്യത്തിൽ ജന്മദിനം ഞാനും മറന്നുപോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ജന്മദിനം മറന്നു പോകുന്ന തിരക്കെന്നല്ല. ഇവിടെ ആയതുകൊണ്ട് ഈ ഡേറ്റ് മറന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ കൽപ്പാത്തി നിൽക്കുമ്പോൾ അമ്മ വിളിക്കുന്നു. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ ഫോൺ കൊണ്ട് തന്നപ്പോഴാണ് ഇങ്ങനെ ജന്മദിനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ തൊട്ടടുത്ത് അമ്മ ഓർത്തിരിക്കുമല്ലോ. അവർക്ക് ഇപ്പൊ കുറെ ആയിട്ട് പിറന്നാളിന് വീട്ടിലുണ്ടാകലില്ല. അപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിറന്നാൾ കഴിഞ്ഞിട്ട് എന്നാണോ വീട്ടിൽ വരുന്നത് അന്നങ്ങ് ജന്മദിനമായിട്ട് ഒരു സദ്യയൊക്കെ വെച്ച് കേക്കൊക്കെ കെട്ടിയിലാണ് ഇപ്പൊ ശീലമായിട്ടുള്ളത്. അപ്പൊ ഇത്തവണ അതുണ്ടാവും. ഇവിടെ പോയാൽ അടുത്ത വർഷത്തെ ബർത്ത്ഡേ സർപ്രൈസ് ആണ്. രണ്ടുപേർ ചേർന്ന് പാലക്കാട് കേക്ക് മുറിക്കും. എനിക്ക് ഉത്തരവാദിത്തം ഇല്ല ഇതിന്. അല്ല, ഈ വാചകത്തെ എനിക്ക് ഉത്തരവാദിത്തം ഇല്ല.